കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുളകിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് പച്ചമുളക്. നിത്യം ആവശ്യമുള്ള ഒന്നാണിത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പച്ചമുളകിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചമുളകിൻ്റെ വീഡിയോ എന്തോരം ചെയ്താലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഡൗട്ടുകളാണ് എപ്പോഴും. കാരണം കീടശല്യം ഏറ്റവും രൂക്ഷമായി പല വിധത്തിൽ ബാധിക്കുന്നത് പച്ചമുളക് ചെടികൾക്ക് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പച്ചമുളകിനും മറ്റു പച്ചക്കറി ചെടികൾക്കും സൂപ്പറായി വളർന്നു വരുന്നതിനുള്ള ഒരു വളക്കൂട്ട് തയ്യാറാക്കുന്നതാണ്. ഇത് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ദോശമാവാണ്. നമ്മൾ ഇഡലിക്കും ദോശക്കും ഒക്കെ തയ്യാറാക്കി വെക്കുന്ന ദോശമാവില്ലേ, അതിൽ നിന്നും 1-2 സ്പൂണ്, അതായത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ എത്ര പച്ചക്കറി ചെടികളുണ്ടോ അതനുസരിച്ച് 1-2 സ്പൂൺ ദോശമാവാണ് നമുക്ക് വേണ്ടത്. ദോശമാവ് മിക്സ് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളത്തിലേക്കാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കാര്യം സൂപ്പറാവും. അപ്പോൾ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. ഇനി അതിലേക്ക് ദോശമാവ് 1-2 സ്പൂണ്. ഞാനിവിടെ 2 സ്പൂൺ ദോശമാവാണ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 2 സ്പൂൺ അളവ് എന്ന് പറയുന്നത് ടേബിൾ സ്പൂൺ അളവല്ല, ഇതേപോലെയുള്ള തവിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള മാവാണിത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കഞ്ഞിവെള്ളം പുളിച്ചതാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഒന്ന് പുളിപ്പിച്ച് കിട്ടാൻ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ പുളിപ്പിച്ച വളക്കൂട്ട് നേരെ കൊണ്ടുപോയി ചെടികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു പകുതി അച്ച് ശർക്കര കൂടി ചേർത്ത് ഇത് തയ്യാറാക്കിയാൽ ഇതിൻ്റെ എഫക്റ്റ് ഇരട്ടിയാവും. ഇനി നമുക്കിത് മുളക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പായി മുളകിൻ്റെ കടഭാഗത്തെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏത് വളം ചെയ്യുമ്പോഴും കടഭാഗത്തെ മണ്ണ് എപ്പോഴും ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വളം നൽകാവൂ. ഞാൻ ഈ മുളക് ചെടിക്ക് ഒരു 2 സ്പൂൺ അളവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വളക്കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചെടി വളരെ ചെറുപ്പത്തിലെ പൂവിട്ട് മുളക് ഉണ്ടാവാൻ തുടങ്ങിയതാണ്. കണ്ടില്ലേ, നല്ല നീളൻ മുളകാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വളങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പോലെ ഗ്രോത്തായി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേറെ ഒരു കാന്താരി മുളകുണ്ട്. ഇതിനും നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചെടിയും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മുളക് ചെടിക്ക് ഒരു കുരുടിപ്പിൻ്റെ ആരംഭം കണ്ടു തുടങ്ങിയിരുന്നു. ഉടനെ കൂമ്പുകളൊക്കെ ഒന്ന് നുള്ളി കൊടുത്തപ്പോൾ പുതിയ പുതിയ ശാഖകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ചെടികളിൽ നല്ല പോലെ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ജൈവ കീടനാശിനി പ്രയോഗിച്ചും വളങ്ങൾ കൊടുത്തും അവരെ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒട്ടും കീടബാധ ഇല്ലാതെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ വിഷമയമില്ലാതെ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മറ്റൊരു ജോലിക്ക് പോകുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ നല്ല പോലെ ചെടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല പോലെ കെയർ ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളൂ. നാം നട്ടു വളർത്തി ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തന്നെയാണ്. എൻ്റെ തോട്ടത്തിലെ വെണ്ട തൈകളൊക്കെ കണ്ടോ നിങ്ങൾ, നല്ല പോലെ വളർന്ന് കായ്ഫലം കിട്ടുന്നുണ്ട്. അതുപോലെ പയർ വളർന്ന് പന്തലിച്ച് പയറുണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. കുക്കുംബർ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. നല്ല പോലെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഈ കുക്കുംബറിൽ നിന്നൊക്കെ. അപ്പോൾ നിങ്ങളും ഇതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വളർത്തി നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികളിലെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്ഫലം കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം കൂടി ഉണ്ട്. ചെടികൾക്കൊക്കെ ഒന്ന് പുക കൊള്ളിച്ചു കൊടുക്കണം. തീയില്ലാതെ പുകച്ച് പുക കൊള്ളിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ചെറിയ കീടങ്ങളൊക്കെ നശിച്ചു പോകും. ചെടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ടിപ്പാണിത്. ഒരിക്കലും തീ ആളി കത്തിക്കരുത്. പുകഞ്ഞു നിൽക്കുന്ന മാതിരിയുള്ള പുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ചെടിയുടെ അടുത്തു നിന്നും ദൂരെ മാറി ചവറുകൾ കൂട്ടിയിട്ട് പുകച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പങ്കുവെക്കൽ. ഇതൊക്കെ ചെറുതായി കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെറുതായൊരു കൃഷിത്തോട്ടം ഒരുക്കി നോക്കൂ. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.